ഹായ്. അപ്പൊ എല്ലാവർക്കും നമ്മളെ വിശേഷത്തേക്ക് സ്വാഗതം. ഒരു സ്വാഗതം പറയാത്ത പറഞ്ഞാല് കത്തിയോടുള്ള പരിപാടിയാണ്. അപ്പൊ പിന്നെ സ്വാഗതം നമ്മുടെ വിഷയല്ലോന്. അപ്പൊ ആദ്യം തന്നെ അമ്മേന്റെ വിശേഷം കേട്ടോ. അമ്മേനെ ഞങ്ങൾ വിളിച്ചോണ്ടെന്നാണ് കുറച്ചേരം ഇരിക്കാൻ കഴിയുവെച്ചു. അപ്പൊ അമ്മക്ക് നമ്മളിരിക്കുമ്പോൾ അവിടെ നിലത്ത് പടിഞ്ഞിരിക്കാൻ പറ്റണില്ല. അപ്പൊ അവിടെ കസേരയില് ബാക്കിലുണ്ട്, തല കാണില്ല അല്ലേ, അവിടെ ഇരുന്നാ മതി. അപ്പൊ മൂത്രപ്പഴുപ്പായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ അമർന്നിരിക്കാൻ പറ്റുന്നില്ല, അടിവേറൊക്കെല്ല വേദനയാണ്. ഡോക്ടർ പറഞ്ഞതാണ് ചൂടിന്റെ അടുത്തേക്കൊന്നും അടുക്കരുത്. അതാ തന്നെ പറയുന്നു. ഇനിയിപ്പോ ഒരു 3 ദിവസം മരുന്ന് തന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ 3 ദിവസം കുടിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ അടിച്ചെല്ലിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നോക്കാം. മെയിനായിട്ട് എന്താ ചോദിച്ചാല് നമുക്ക് ഇവിടെ വിറക് ഇറക്കിയപ്പോൾ ആ വിറക് അട്ടിവയ്ക്കാനും വീട് വയ്ക്കാനൊക്കെ കൂടും. അപ്പോൾ ഞാൻ അപ്പൂസും കുറേ പറഞ്ഞിട്ടുണ്ടത് ചെയ്യണ്ട അപ്പൂസും കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ പറഞ്ഞേക്കാതെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടി. ഡോക്ടർ നമ്മോട് അവിടുന്ന് ആക്സിജൻ അത്രയും പറഞ്ഞതാണ്. ചൂടിട്ടാൻ പാടില്ല, കുമ്പിടാൻ പാടില്ല, ഭാരപ്പെട്ട പണിയെടുക്കാൻ പാടില്ല. പക്ഷെ ഒക്കെ പറഞ്ഞേക്കാതെ ഒന്ന് ചെറു നടക്കാനോ ചെറിയ സുഖമൊക്കെ ആയപ്പോൾ നമുക്ക് തടി കൊണ്ട് വെയ്ക്കും തോന്നിയിട്ട് ഓരോന്ന് ചെയ്യുക. ഇപ്പോൾ കുറച്ച് പോക്ക് എങ്ങോട്ടേലും ഓരോ സ്ഥലത്തേക്ക് പോവൽ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ അതിനെ ഉണ്ടായത്. മാറിക്കോളൂല്ലേ, കുറെ ആള് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്, മരുന്നാള് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ മരുന്നൊന്നും കുടിക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ നമുക്ക് ഈ ഇങ്ങനത്തെ ഈ അസുഖമുള്ള ആൾക്കാരനെ നമ്മളടുത്ത് വാട്സപ്പിൽ കുറേ ഫോണിൽ കുറേ കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അതൊക്കെ ഇവർ ഇന്നലെ കണ്ടപ്പോൾ തന്നെ വരുന്ന വിളിച്ചവർക്കൊക്കെ പേടിയായിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു തരുന്നുണ്ട്. കാരണം നമുക്ക് നമ്മളെ ചാനലിൽ പറയുമ്പോൾ കുറേ ആൾക്കാരത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് കോണ്ടാക്റ്റുകളുണ്ട്. അസുഖം മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അസുഖം വന്നതല്ല ഒരു വട്ടം. അപ്പോൾ അത് കാരണം നമുക്ക് നിയന്ത്രിക്കുക. എന്ത് കാര്യമാണെങ്കിലും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സുഖമായി എന്ന് തോന്നും. പക്ഷേ കുറേ കാലം കഴിഞ്ഞാലും അത് ചെക്കപ്പും കാര്യം കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. ഓല് പറയണം അതേപോലെ നമ്മൾ നടക്കേണ്ടി വരും. നമ്മൾ അതിനായിട്ട് എതിരായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അനുഭവിക്കേണ്ടി വരും. അതാണ്. ഇത് എത്ര ആൾക്ക് മാറിയിട്ടുണ്ടെന്നാലും ഇപ്പോഴും വർഷങ്ങളായിട്ട് ചെക്കപ്പ് തുടർന്ന് പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ഡോക്ടർമാർക്ക് എന്തെങ്കിലും തോന്നിയിട്ടാണല്ലോ നമ്മൾ ചെക്കപ്പിന് വിളിക്കണേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് നിസ്സാരമായിട്ട് കാണരുത്. എന്ത് പറഞ്ഞാലും സാരല്ലാതെ അങ്ങനെ കുഴപ്പമില്ല. അമ്മ പറയലുണ്ട്, കുനിഞ്ഞിട്ടും നിവർന്നിട്ടൊന്നും ഒരു പണി എടുക്കലില്ല, കഴിയുന്നത് എടുക്കലില്ല. ഇത് ഇപ്പോൾ എന്താ തോന്നി ഒരു വർക്കിന്റെ കാര്യം എന്താ വെച്ചാല് ഒരു ഗ്യാസ് നിറക്കണേന് മടിച്ചിട്ട് ഓരോ പഴുത അപ്പൊ അതിന്റെ ഡബിള് കുറ്റി ഗ്യാസ് ഇറക്കണ പൈസ എങ്ങനെയുള്ളത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. സിന്ധേച്ചി അമ്മേനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അമ്മേനെ കൊണ്ടുപോയ പിന്നെ നമ്മളിവിടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും നാളെയും കൂടി നോക്കട്ടെ. നാളെയും കൂടി സുഖമില്ലെങ്കിൽ നമ്മള് വേറെ ഒരിക്കലും കൊണ്ടുപോകും. ഇതിനായിട്ടുള്ള ഹോസ്പിറ്റൽ കുറെ ഉണ്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞാൽ അങ്ങനത്തെ ചെറുതിനൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ വേദന കൂടുകയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് തന്നെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അവിടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അപ്പോൾ അവിടെ വിളിച്ചാൽ നമ്മളെ അമ്മേൻ്റെ OP ഏതാണോ അങ്ങോട്ട് ഓല് ഫോണ് കണക്ട് ചെയ്ത് തരും. നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു വരാൻ പറയും. ഞങ്ങളങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്പെഷ്യലാണെന്ന് അതെ. നമ്മള് വർത്താനത്തിനിടെ കൂടെ മൂപ്പര് പൂള ഇങ്ങനെ ചെത്തി കറിച്ച കൊറേ ഉണ്ട്. മുഖം കണ്ടില്ലേ, മുഖമൊക്കെ ആകെ ഇതായിണ്ട്. അത് കിടക്കല്ലേ, അപ്പൊ മുഖം വീർത്ത് വാടിയ പോലെ ഉണ്ട്. ഇപ്പൊ കണ്ടില്ല, വേനലായിട്ടൊക്കെ വാടൂല അതേപോലെ ഇട്ടുണ്ട്. ചൂട് കാരണം മകന് അതില് വർത്താനം പറയാറില്ല. വർത്താനം ഇന്നലെ തന്നെ പറഞ്ഞിട്ട് നല്ലോണം ചീത്ത അറിഞ്ഞിട്ടുണ്ട്. അപ്പൂസിന്റെ വാങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൂസ് പിന്നെ ആദ്യം അപ്പൂസിന് ഭയങ്കര എന്താ കെയറിങ് ആട്ടോ അമ്മേനെ. അങ്ങനെ നല്ലോണം എന്താ ശ്രദ്ധിക്കും. പക്ഷെ നല്ലോണം ചീത്തയും പറയിട്ട് വേണ്ടാത്ത കണ്ടാല് എന്തെടുക്കുമ്പോൾ എടുക്കണ്ടെന്നേ പറയലുള്ളൂ. അപ്പൊ എന്താ നമുക്ക് അത് അതിന്റെ ഇങ്ങനെ പോട്ടെ. പിന്നെ ഉള്ള അസുഖം പറഞ്ഞാൽ നമുക്ക് ആൾക്കാർക്കും അമ്മേന്റെ അസുഖം അതുകൊണ്ടാണ് നമ്മള് പറയുന്നത്. കാരണം ഇത്രയും ആള് പ്രാർത്ഥിച്ചോണ്ടാണ് ഇങ്ങനെ ഈ നിലയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കണത്. അപ്പൊ എന്ത് വന്നാലും അതെല്ലാരോടും പറയുമ്പോ നമുക്കൊരു സമാധാനമാണ്. ഇപ്പോഴും പ്രാർത്ഥിക്കണ്ട എല്ലാരും. ഇന്നലത്തെ വീഡിയോ തന്നെ ഉണ്ടല്ലേ, വീഡിയോയിലും അതേപോലെ തന്നെ വാട്സാപ്പിലും. അപ്പൊ അങ്ങനെയല്ല പൂള ചെത്തപ്പോ അല്ലേ എന്താ ഉണ്ടാക്കാൻ വിചാരിക്കണം? ബിരിയാണി ഉണ്ടാക്കണം. ഇന്ന് നോക്കി ഇത് എത്രയ്ക്കായിരുന്നു? 100 രൂപയ്ക്ക് 4 കിലോ 4 കിലോ പൂള.
ഇത് ഇവിടുന്ന് വരണോലോ എന്താ പറയാ കോട്ടയ്ക്കന്ന് വണ്ണം നോക്കി ഇതിലേറെ വലുതപ്പം നമ്മള് മുറിച്ചത് കണ്ടില്ലല്ലോ ചെറുതാണ് നമുക്ക് തെരഞ്ഞെടുക്കാം വേണ്ടത് തൂക്കത്തില് മതി കുട്ടിയെ ഇട്ട് കൊടുത്താ ഈ തൊലി നിർത്തിക്ക് ചെത്തിയെടുക്കണം അപ്പൊ ഞങ്ങള് 4 കിലോ ഈ പൂള വരുമ്പോ ഞങ്ങൾ വാങ്ങാതക്കലില്ല കേട്ടോ ഏത് കുളത്തിൽ വേണമെങ്കിലും പൂള ഉണ്ടാക്കും ഇനി പൂള പുഴുങ്ങും പൂള കൂട്ടാൻ വെക്കും പൂള ദോശ ഉണ്ടാക്കും അതിന്റെ അപ്പൊ ഞങ്ങൾ ഇന്ന് അതേപോലെ രാവിലെ വാങ്ങിയ പൂളയാണ് അപ്പൊ രാവിലെ ഉണ്ടാക്കിയില്ല പകരം എങ്ങനെയുണ്ട് സത്യത്തിൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനുണ്ട് കുറവുണ്ട് മോൻ കണ്ട ആൾക്കാർക്ക് അറിയാം എങ്ങനെ ഉണ്ടെന്ന് അത് കടന്നിട്ടാ കുറച്ചു നേരം കിടക്കുമ്പോ മുഖം വീർക്കും കുറച്ചേരല്ല നീച്ചുണ്ടെന്ന് ഊരവേദന തന്നെ പ്രശ്നേ ഇനി ഒരു പണി എടുക്കും വേണ്ട എങ്ങോട്ടും പോവും വേണ്ട എന്താ അപ്പൂസേ ഇനി ഞങ്ങൾ പറയില്ലെന്ത് അവസാനം വർത്താനം നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ഇടിയും മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ മഴക്കാറുണ്ട് മഴ പെയ്യണം പക്ഷെ അന്നത്തെ പോലെ ഇടിയൊക്കെ പൊട്ടുമ്പോൾ ഈ അപ്പൂസ് ആണ് നമ്മള് പേടിപ്പിക്കുക അവന് എവിടെ നിന്നും മാറി കിടക്കൂല അവന് ഒരു വിചാരിച്ച സ്ഥലത്തേ കിടക്കുള്ളൂ അപ്പൂസിന് ഉടനെ നമ്മള് മേലേക്ക് റൂം പണിയുന്നതാ അപ്പൂസിന് ഞാൻ കിടക്കാൻ റൂമിൽ കിടക്കാലോ കിടക്കാനിട്ടല്ലേ അപ്പൂസിന്റെ ഹാപ്പി ബർത്ത്ഡേ വരുന്നുണ്ട് ഇനി ഒരു ദിവസം ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട് അപ്പൂസിന്റെ റിസൾട്ടും ഉണ്ട് അപ്പൂസേ വീഡിയോ ഒക്കെ പൂട്ടി പോകേണ്ടി വരും രണ്ടും ദിവസങ്ങളെ മാറ്റുള്ളൂ പിറന്നാളും റിസൾട്ട് കിട്ടോ 15-ാം തീയതി റിസൾട്ട് 19-ാം തീയതി പിറന്നാൾ ചെറിയ മാറ്റുള്ളൂ ഒക്കെ നടക്കും നന്നാവും അല്ലേ എല്ലാരും പ്രാർത്ഥിക്കിട്ടാ പിന്നെ ഇപ്പൊ നമ്മള് പൂള ബിരിയാണി ഉണ്ടാക്കാന് ഇത് കുറച്ച് പൂള കൂടി അമ്മ തിന്നൂലേ ഇതൊക്കെ അമ്മക്ക് ഇതല്ലാതെ തിന്നാൻ പറ്റില്ല അച്ഛൻ തിന്നാൻ പറ്റില്ല രാവിലേക്ക് ദോശയ്ക്ക് എടുക്കാം പൂള ദോശ ഇത് കേടെന്നാലും ഞങ്ങള് വേറെ സാധനം ഉണ്ടാക്കൂട്ടോ അല്ലാതെ പുഴുങ്ങിയാലേ പറ്റുള്ളൂ അല്ലേ നല്ലോണം തിളപ്പിച്ച് ഊറ്റിക്ക് വെള്ളം കളയണം അപ്പൊ പൂള ബിരിയാണി ഉണ്ടാക്കാം ചെറുപയർ കൊണ്ടുവന്നപ്പോ തുടങ്ങി പറിച്ചിട്ടാണ് മുളപ്പിച്ച് വെക്കണമെന്ന് പക്ഷെ ഓർക്കൂല കേട്ടോ വെള്ളത്തിലിട്ടേക്കാൻ മറക്കും ഞാൻ കണ്ട അവിടെ അപ്പത്തന്നെ ഇട്ടേച്ചെന്നല്ലേ അതുകൊണ്ട് ഇന്ന് രാവിലെ എടുത്തിട്ട് ഞാൻ അങ്ങനെ വെച്ചു ഞാൻ മുളച്ച് ഇങ്ങനെ വയറ്റിന് നല്ല രസമാണല്ലോ ഈ സാധനം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വേവിക്കും എന്നിട്ട് വെന്തതിന് ശേഷം ഒരു മുളകും കയറിയിട്ട് വേവിക്കും എന്നിട്ട് വെന്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ പേരപ്പുറം അങ്ങനെ ആക്കിയിട്ട് വയറ്റിന് നല്ല രസമാണ് അത് സന്തോഷമായിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കി ഞാനും തിന്നും അത്ര രസം ഉണ്ടെന്ന് സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ പൂള ബിരിയാണി ഉണ്ടാക്കല് തുടങ്ങിട്ടോ ഞാൻ എന്താ പറയുക സന്തോഷമായിട്ട് നമ്മൾ ഈ കടയിലൊന്ന് പോയ ആ സമയം കൊണ്ട് ഇതൊക്കെ അരിഞ്ഞ് പാകാക്കി വെച്ചിരുന്നു പിന്നെ ചിക്കൻ കണ്ടോ കുറച്ച് ചിക്കൻ തന്നെ ഉള്ളു ബാക്കി 2-3 ദിവസത്തിന് ഇങ്ങനെ കൊണ്ടുവരണേ ജിമ്മാർക്ക് അതിന് ജിമ്മാർക്കും വേണം പാറൂനും വേണം ഇക്ക് അമ്മയ്ക്കും വേണം ഞങ്ങൾക്ക് 3 ഒരു ഹലോ എടുത്താ ഹായ് ഹായ് എടുത്താ കണ്ണിയും വിടാത്ത എന്താ വെച്ചാലും കണ്ണിയും പോകും നമ്മൾ കുറെ ദിവസം ഈ സാധനം ഉണ്ടാക്കിയിട്ടില്ലേ നാളെ സന്ധ്യച്ചൊക്കെ ഉള്ളതൊന്നും ഉണ്ടാക്കിയില്ല പുതിയ ഉണ്ടാക്കില്ല ശരി ഉണ്ടാക്കിയിട്ടില്ല സന്ധ്യച്ചൊക്കെ ഉണ്ടായിരുന്ന ദിവസം കുറേ ഉണ്ടാക്കിയിട്ട് ഇറച്ചിയമ്മയൊക്കെ ഉള്ളതല്ലേ കുറേ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തിന്നു അടിച്ചിരിക്കാനിട്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടാക്കിയുള്ളത് കുരുമുളകും വലിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ച് വെച്ചതാണ് കേട്ടത് പിന്നെ അതന്നെ അടുത്ത് പറയാൻ വന്ന പല രീതിക്ക് അത് ഉണ്ടാക്കുക നല്ല തന്നെ നമ്മള് ഇത് എന്താ പറയാ പച്ചടി കിച്ചടിയോ ഞാൻ പച്ചടി എന്നാണ് കിച്ചടി എന്നാണ് തോന്നുന്നത് പറയുക പൈനാപ്പിള് അതും ഉണ്ടാക്കിയതിൽ ഇങ്ങനെ എന്താന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ പോലെയാകും ഞങ്ങൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പോലെ ഉണ്ടാക്കിയാണ് അപ്പോൾ അതിനുള്ളതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ തുറന്നു വെന്തില്ലേ എന്തുണ്ടോ ആ അതിൻ്റെ ഇത് കളയണം കുറച്ച് മസാലപ്പൊടികളാട്ടോ അമ്മയ്ക്ക് മസാല അധികം ചേർക്കാതെ ഉണ്ടാക്കണം എരിവാണെങ്കിലും കുറച്ച് കൊടുക്കണുള്ളൂ എന്താണെന്നറിയോ കുരുമുളകിൻ്റെ എരിവ് വരാനുണ്ട് ചിക്കൻ മസാലേൻ്റെ എരിവ് വരാനുണ്ട് എന്തില്ലേ നമുക്ക് കിട്ടുന്ന പൂളയൊക്കെ നല്ല പൂള ഇവിടെ കിട്ടുക നല്ല വെന്ത് ഇതാവണേ ഈ പൂളയ്ക്കൊരു പേരുണ്ട് ആമക്കാടൻ
പൂളയാണ് കിട്ടണം. മതി മതി ഉടയ്ക്കണ്ട, അരച്ചാൽ പൂള കഷ്ണം തിന്നാൻ കിട്ടൂല. ആദ്യം ഈ പൂള ബിരിയാണി ഉണ്ടാക്കിയാൽ അപ്പൂസൊന്നും തിന്നില്ല കേട്ടോ. ഇപ്പം അപ്പൂസിനൊക്കെ ഇഷ്ടപ്പെടും, തിന്നൽ തുടങ്ങി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടാൽ മുളകൊന്നും അരച്ചത് ഇട്ട് കൊടുത്തില്ല കേട്ടോ. കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ ചട്ടി പെട്ടെന്ന് അടിയൊക്കെ കണ്ട കഴിഞ്ഞിട്ടില്ല, ഇളക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് കറുപ്പ് കളർ വരും ചട്ടി ചൂടാവും. തീ കണ്ട വളരെ കുറവിലിട്ട് കൊടുക്കണേ. എന്നിട്ടും ചിക്കൻ ബൊണ്ടൂട്ടോ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ച ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ച ചായ. ഇത് പൂള പുഴിയ ചപ്പ് നിന്നൊരു കോരൽ കോരിയൻ്റെ അടയാളം. ചിക്കൻ ഉച്ചക്കത്തെ ചിക്കൻ്റെ കുറച്ച് വന്നതായിട്ട്. പിന്നെ ഒരു സാമ്പിളിൻ്റെ ഒപ്പം ഞാൻ ആക്കി വെച്ചിട്ട് നാളികേരം ഇങ്ങനെ വറുത്ത് ജിമ്മിന്റെ ശരിക്കും കണ്ടിട്ടോ മസാലൊക്കെ ഇട്ടുകൊടുക്കേട്ടോ. നമ്മളെ പൂള ഇട്ടുകൊടുക്കാൻ പോവാണ്. പൂള ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു. മതി പൂളെ കൂടെ ഒഴിച്ച് തിന്നാല് അധികം പണിയൊന്നുമില്ല. ഇങ്ങനെ നല്ല രസമാണ്. പൂള വെന്തതല്ലേ, പിന്നെ അധികം പണിയൊന്നുമില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഈ ഒരു കുണിക്ക് ഒരു സാധനം ഞമ്മളെ വറുത്ത് വെച്ചിട്ടുണ്ട്, നാളികേരം കേട്ടോ. ഇതാണ് ഇട്ട് കൊടുക്കണത് ലാസ്റ്റ്. നാളികേരം 2 കറിവേപ്പിലി. ഇത് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പാടില്ല, അത് ഞാൻ മറ്റേതുകൊണ്ടോട്ട് ഇളക്കിയത് മരച്ചിട്ട് കൊണ്ട് ഇപ്പൊ കൂട്ടിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം. അനുകരിക്കരുത് അല്ലേ, വേണ്ടാത്ത കാണിക്കണേ. ഇത്ര പണിയുള്ളൂ കേട്ടോ. കഴിക്കണല്ലേ കാണേണ്ടതില്ലേ. അതാ പറയുന്നത്, വാഴയൊക്കെ വെട്ടി അല്ലെങ്കിൽ വാഴേൻ്റെ ഇല കിട്ടിയാൽ നമുക്ക് എടുക്കാൻ. ഒറ്റ വാഴയിലല്ലോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിക്കോട്ടെ, എന്നിട്ട് ഞാൻ പ്ലേറ്റിക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നിമ്മർത്തിക്കാണ് ഞങ്ങൾ ഇതൊക്കെ തിന്നാൻ പോകുന്നത് കേട്ടോ. അപ്പൂസ് കൈകൂടി നിൽക്കണം. അകത്തൊക്കെ ഇരുട്ടുമാണ്, നല്ല മഴക്കാറും, പക്ഷെ പെയ്തില്ല. കട്ടൻ ചായക്ക് തിന്നാൻ പോവാണ് കേട്ടോ. ഏലട്ടതൊന്നും കാണില്ലല്ലേ. നമ്മളിപ്പോ സ്റ്റിക്കുമാടെ വെച്ചിട്ടാണ് ഇത് എടുക്കണത്, കാരണം അപ്പൊ നമുക്ക് എല്ലാരും കിട്ടും. ഞാൻ പൊതുവെ വീഡിയോയില് വരില്ല, 3-4 ദിവസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ നമുക്ക് വീഡിയോ എടുക്കുമ്പോ ഭയങ്കര ചൂടാണ്, പക്ഷെ ഷർട്ട് ഇട്ടൂല. ചോദിക്കും ചായ എന്നോട്. മതിയോ? പൂളിയാണ് നല്ലത്, തിന്നാ. അപ്പൂസിനെ കാണില്ലല്ലോ, എന്നെ കാണില്ല. അന്ന് മുറ കണ്ടല്ലേ. ചിക്കന്റെ കഷ്ണൊക്കെ തെരഞ്ഞെടുക്കണം. അപ്പൊ ഞങ്ങൾ കൂട്ടിലാക്കിയ തൽക്കാലം പാറുവേ. പിന്നെ ഒന്നാമത് എന്താ ചിക്കൻ്റെ ഒക്കെ മണം കെട്ടിട്ട് വേറെ പൂച്ചാളും പാഞ്ഞു വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഒരു കടിപിടി കൂടൂലേ. അപ്പോൾ കാരണം പാറിനെ മാറ്റി നിർത്തിയതാണേ. അപ്പോൾ തിന്നോ കടന്നത് ഞാൻ ആദ്യം പറയട്ടെ രസം ഉണ്ടോ ഇല്ലേന്ന്. ഞാനല്ല ഉണ്ടാക്കിയ ആള് പിന്നെ പൊക്കി പറയാനായിരുന്നു. രസം ഉണ്ടോ? അപ്പോൾ അമ്മയ്ക്ക് പൂളങ്ങി എന്ത് കട്ടിയാലും ഇഷ്ടമാണ് കേട്ടോ. പച്ചയ്ക്ക് ആ ഒരു കഷ്ണം തിന്നു പോയതാണ്. അപ്പൊ എന്നാല് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ.